തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. 5 ദിവസങ്ങളായി തിളങ്ങി എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം. 36ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കലാരംഗത്തെ അതുല്യ മികവുകൾ കൊണ്ട് വിപുലമായി തുടർന്നു. 5 ദിവസങ്ങളായി വിവിധ കലാരൂപങ്ങൾ വേദിയെ നിറച്ചപ്പോൾ മത്സരങ്ങളിൽ വിദ്യാർത്ഥികളുടെ തിളങ്ങുന്ന പ്രകടനങ്ങൾ വലിയ ശ്രദ്ധ നേടി. കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം, ഒപ്പന, മാർഗംകളി, നാടകം തുടങ്ങിയ കലാരൂപങ്ങൾ മികച്ച പ്രകടനങ്ങൾ 15 വേദികളായാണ് അരങ്ങേറിയത്. സംഗീത വിഭാഗത്തിലെ സംഘഗാനം, ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക് എന്നിവയും വൻ കയ്യടി നേടി. എൻ്റെ പേര് നകുൽരാജ്. ഞാൻ കാലടി ബ്രഹ്മാനന്ദോദയം സ്കൂളിൽ നിന്ന് വരുന്നു. ഇപ്രാവശ്യം കുച്ചിപ്പുടിയും ഭരതനാട്യത്തിനും എനിക്ക് ഈ ജില്ലയിൽ നിന്ന് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റിൽ ഞാനും ഉണ്ടാകും. സ്കൂളിലാണ് ചെയ്തത്. ഇത് മെൽമേരി മികച്ച നടൻ. ഇന്നലെ 5 നാടകങ്ങളിലായിട്ട് 17 ആൺകുട്ടികൾ അഭിനയിച്ചതിനകത്ത് പെൺകുട്ടിക്കാണ് മികച്ച നടൻ കിട്ടിയത്. നാടകത്തിൻ്റെ പേര് പതാക എന്നാണെന്നും അത് ഒഡീസ സാഹിത്യകാരി ഗായത്രി സറാഫിൻ്റെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞൊരു ചെറുകഥയെ ആസ്പദമാക്കി ഞാൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തതാണ്. ദേശീയ സ്വാതന്ത്ര്യദിനത്തിന് ഒഡീഷയിലെ തെരുവിൽ നിന്ന് 15ഓളം കലോത്സവത്തിന് ഭാഗമായി വായനശാലയും തുറന്നിരുന്നു. വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസമുള്ള അവതരണങ്ങൾ കലോത്സവത്തിന് ഉയർന്ന കലാപരമായ തലത്തിൽ ഒരു ചാരുത നൽകി. കുട്ടികൾ ആവേശത്തോടെയാണ് കലോത്സവത്തിൽ പങ്കെടുത്തത്. അവരുടെ കഴിവുകൾ വളർത്തുവാനും വികസിപ്പിക്കുവാനുമുള്ള മികച്ച വേദിയാണ് കലോത്സവമെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു. കലോത്സവം വളരെ മനോഹരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കുട്ടികളെല്ലാം വലിയ ആവേശത്തോടെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇനിയും ഞങ്ങളിതൊക്കെ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് വളരാനും അവരുടെ കലകളെ വികസിപ്പിക്കാനും പറ്റിയൊരു നല്ല സാഹചര്യമാണ് ഇതിലൂടെ ഒരുക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ വന്നപ്പോൾ നല്ല സ്വീകരണമായിരുന്നു. ഏറ്റവും നന്നായിട്ട് എല്ലാ വേദികളും. കലോത്സവത്തിൻ്റെ രജിസ്ട്രേഷൻ ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത് ദേശീയ അധ്യാപക പരിഷത്താണ്. 24-ാം തീയതി രാവിലെ 14 സബ് ജില്ലകളിൽ നിന്നുള്ള കൺവീനർമാർ വന്ന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. ഏകദേശം 90,000-ഓളം വിദ്യാർത്ഥികൾ ഈ 5 ദിവസങ്ങളായി. യാ ഹബീബി യാ ഹബീബി ഐന കുന്തി യാ ഹബീബി അൻത ഫീ ഖൽബി തഈശു ലാ അഈശു ബിലാ ഹബീബി അൻത ഖിത്അതു. കലാപരിചയത്തോടൊപ്പം സൗഹൃദവും ആത്മവിശ്വാസവും വളർത്തുന്ന ഈ കലോത്സവം റവന്യൂ ജില്ലയിൽ വലിയൊരു സാംസ്കാരിക ആഘോഷമായി മാറി. വെളിച്ചമാണ്. ആ വെളിച്ചം ലോകത്തെല്ലായിടത്തും പരക്കുന്നു. അത് ഏറ്റവും കൂടുതൽ അർത്ഥവത്താകുന്നത് വിദ്യാലയങ്ങളിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളിലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലോത്സവം നടക്കുന്ന ഈ സമയത്ത് ഇതുപോലെയുള്ള പുസ്തകങ്ങൾ തീർത്തും പ്രയോജനകരം തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അറിവിൻ്റെ വലിയ ലോകത്തെ. ന്യൂസ് ബ്യൂറോ, കൊച്ചി.